നമസ്കാരം സുഹൃത്തുക്കളെ, വോയിസ് ഓഫ് RBRലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ദിവസവും ഏകദേശം 50 രൂപ മാത്രം മാറ്റിവെച്ചാൽ ഭാവിയിൽ ഏകദേശം 35 ലക്ഷം രൂപ വരെ ലഭിക്കുമോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ പലർക്കും സംശയം തോന്നാം. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഗ്രാമീൺ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിലെ ഗ്രാമ സുരക്ഷ യോജന എന്ന പദ്ധതിയെക്കുറിച്ച് അറിയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ മനസ്സിലാകും. ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം ആരെല്ലാം ഈ പദ്ധതിയിൽ ചേരാം, എന്തൊക്കെയാണ് പ്രധാന ആനുകൂല്യങ്ങൾ, എങ്ങനെ അപേക്ഷ നൽകാം, വായ്പ സൗകര്യമുണ്ടോ, മെച്യൂരിറ്റിയിൽ എത്ര തുക ലഭിക്കും, ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്. 1. എന്താണ് ഗ്രാമസുരക്ഷാ യോജന? ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ വിവിധ സമ്പാദ്യ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അവയിൽ ശ്രദ്ധേയമായ പദ്ധതിയാണ് ഗ്രാമീൺ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിന് കീഴിലുള്ള ഗ്രാമസുരക്ഷാ യോജന. ഇതൊരു ഇൻഷുറൻസ് പദ്ധതിയിലുപരി ദീർഘകാല സമ്പാദ്യവും കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയും ഒരുമിച്ച് നൽകുന്ന പദ്ധതിയാണ്. ആർക്കെല്ലാം ചേരാം? ഈ പദ്ധതിയിൽ 19 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ചേരാം. തിരഞ്ഞെടുക്കുന്ന പോളിസിയുടെ അടിസ്ഥാനത്തിൽ പരിരക്ഷ 80 വയസ്സ് വരെ ലഭിക്കാം. ദീർഘകാല നിക്ഷേപം ആഗ്രഹിക്കുന്നവർക്ക് ഇത് പരിഗണിക്കാവുന്ന ഒരു പദ്ധതിയാണ്. പ്രീമിയം എങ്ങനെ അടയ്ക്കാം? നിക്ഷേപകർക്ക് സൗകര്യപ്രദമായ നിരവധി ഓപ്ഷനുകളുണ്ട്. നിങ്ങൾക്ക് പ്രതിമാസം, ത്രൈമാസം, അർദ്ധവാർഷികം, വാർഷികം എന്നിങ്ങനെ പ്രീമിയം അടയ്ക്കാൻ സാധിക്കും. സ്വന്തം സാമ്പത്തിക സാഹചര്യം അനുസരിച്ച് അനുയോജ്യമായ രീതി തിരഞ്ഞെടുക്കാം. വായ്പയും സറണ്ടർ സൗകര്യവും. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത വായ്പാ സൗകര്യമാണ്. 4 വർഷത്തെ പ്രീമിയം അടച്ചാൽ പോളിസിക്കെതിരെ വായ്പ ലഭിക്കാം. അതുപോലെ 3 വർഷത്തിന് ശേഷം പോളിസി സറണ്ടർ ചെയ്യാനുള്ള അവസരവും ലഭ്യമാണ്. എന്നാൽ 5 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് സറണ്ടർ ചെയ്താൽ ബോണസ് ആനുകൂല്യം ലഭിക്കില്ല. അതുകൊണ്ട് ദീർഘകാല നിക്ഷേപമായി തുടരുന്നതാണ് കൂടുതൽ ഗുണകരം. പോളിസി ഉടമ മരിച്ചാൽ എന്തു ചെയ്യും? പോളിസിയുടെ കാലയളവിൽ പോളിസി ഉടമ മരണപ്പെടുകയാണെങ്കിൽ നോമിനിക്ക് മുഴുവൻ സം അഷ്യൂർഡ് അർഹമായ ബോണസ് എന്നിവ ലഭിക്കുന്നതാണ്. ഇത് കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വലിയ സഹായകമാണ്. എങ്ങനെ അപേക്ഷ നൽകാം? ഈ പദ്ധതിയിൽ ചേരാൻ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോകുക. അവിടെ നിന്ന് ഗ്രാമീൺ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ഗ്രാമസുരക്ഷാ യോജന അപേക്ഷാ ഫോം വാങ്ങി ആവശ്യമായ രേഖകളോടൊപ്പം സമർപ്പിക്കാം. 35 ലക്ഷം രൂപ എങ്ങനെ ലഭിക്കും? ഇപ്പോൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഭാഗത്തേക്ക് വരാം. ഒരു ഉദാഹരണം നോക്കാം. ഒരു വ്യക്തി 19-ാം വയസ്സിൽ 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുക്കുന്നു എന്ന് കരുതുക. അദ്ദേഹം 60 വയസ്സ് വരെ, അതായത് 41 വർഷം പ്രീമിയം അടയ്ക്കുന്നു. ഉദാഹരണത്തിന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ബോണസ് നിരക്ക് ഓരോ 1000 ഇൻഷുറൻസ് തുകയ്ക്കും വർഷത്തിൽ 60 ആണെന്ന് കരുതാം. അപ്പോൾ 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസിന് ഒരു വർഷത്തെ ബോണസ് 60,000 രൂപ. 41 വർഷത്തെ മൊത്തം ബോണസ് 24,60,000 രൂപ. അതോടെ 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുകയും 24.60 ലക്ഷം രൂപയുടെ ബോണസും ചേർന്ന് മെച്യൂരിറ്റിയിൽ ഏകദേശം 34.60 ലക്ഷം രൂപ വരെ, അതായത് ഏകദേശം 35 ലക്ഷം രൂപ ലഭിക്കാം. പ്രധാന അറിയിപ്പ്: ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഒരു ഉദാഹരണ കണക്കാണ്. യഥാർത്ഥ മെച്യൂരിറ്റി തുക, സർക്കാർ പ്രഖ്യാപിക്കുന്ന നിലവിലെ ബോണസ് നിരക്ക്, പോളിസിയുടെ വ്യവസ്ഥകൾ, ഇൻഷുറൻസ് തുക, പ്രായം, കാലാവധി എന്നിവയെ ആശ്രയിച്ച് വ്യത്യാസപ്പെടും. പോളിസിയിൽ ചേരുന്നതിന് മുമ്പ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ ഉറപ്പാക്കുക. ചെറിയ തുക സ്ഥിരമായി മാറ്റിവെച്ച് ഭാവിയിൽ വലിയ സാമ്പത്തിക സുരക്ഷ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പദ്ധതി പരിഗണിക്കാവുന്നതാണ്. എന്നാൽ ഏതൊരു സാമ്പത്തിക പദ്ധതിയിലും ചേരുന്നതിന് മുമ്പ് ഔദ്യോഗിക വിവരങ്ങൾ പരിശോധിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികൾ, തൊഴിൽ വാർത്തകൾ, സാമ്പത്തിക വിവരങ്ങൾ എന്നിവ ആദ്യം അറിയാൻ വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.